വിളനാട് റോഡിൽ കുളക്കോട് വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ രണ്ടെണ്ണം എടുത്ത് ചാടി. വെള്ളനാട് കുളക്കോട് ഭാഗങ്ങളിൽ കാട്ടുപോത്തിറങ്ങിയതായി നാട്ടുകാർ. ഫോറസ്റ്റിന്റെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വെള്ളനാട് കുളക്കോട് ഭാഗങ്ങളിലാണ് രാത്രി സമയങ്ങളിൽ കാട്ടുപോത്തിനെ നാട്ടുകാർ കണ്ടത്. ഇതിനെ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഹെലിക്യാം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് രാവിലെ കുളക്കോട് പെന്തക്കോസ് ചർച്ചിന് സമീപം 2 കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത്. ആദ്യമായിട്ട് കൊറ്റാമല ഭാഗത്താണ് കാട്ടുപോത്ത് കണ്ടത്. അത് കഴിഞ്ഞ് കൂക്കുടി ഏരിയയിലേക്ക് കണ്ടു. ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ കൊളക്കോട് പള്ളിയുടെ എതിർഭാഗത്ത് 2 പേര് രാവിലെ പോയപ്പോൾ കണ്ടതായിട്ട് കിട്ടി. അവരുടെ കയ്യിൽ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് അവർ തന്നെയാണ് ഫോറസ്റ്റിനെ വിളിച്ചറിയിച്ചതും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇപ്പൊ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷെ രാവിലെ കണ്ടവരുടെ കയ്യിൽ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ 2 നല്ല വലിപ്പമുള്ളതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് പോയി നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും അറിയിക്കുന്നതാണ്. എന്തായാലും ഇവിടുന്ന് നടപടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിടിക്കുന്ന ഇത് ഉണ്ടാക്കും. കുറച്ചധികം ജാഗ്രതയിലാണ്. സമീപ പ്രദേശങ്ങളിലും കാട്ടുപോത്തിനെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസമായി കാട്ടുപോത്തിന്റെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. 5:30 മണിയായപ്പോഴേ നമ്മളെ ഈ അരുവിക്കര വിളനാട് റോഡിൽ കുളക്കോട് വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ രണ്ടെണ്ണം എടുത്ത് ചാടി. അപ്പുറത്ത് ചാടിപ്പോയി. 2 നല്ല സൈസുള്ള 2 കാട്ടുപോത്തുകൾ. അപ്പോൾ ഇന്നലെ മുതൽ നെടുമങ്ങാട് ഭാഗത്തു നിന്ന് കൂക്കുടി പാലത്തിൻ്റെ അവിടെയൊക്കെ കണ്ടവരുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇവിടെ ഇത് കണ്ടത്. പിന്നെ ഞങ്ങൾ വേണ്ടപ്പെട്ടവരെ വിവരം അറിയിച്ചു, പഞ്ചായത്തിൽ വിവരം അറിയിച്ചു, പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചു, പ്രസിഡന്റിനെ അറിയിച്ചു. അവർ വേറെ പോലീസിനെയും ഫോറസ്റ്റിനെയൊക്കെ വിളിച്ച് അവർ വേറെ അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി ശല്യവും രൂക്ഷമാകുന്നതായി ചിലർ പറയുന്നു. ഇതിനിടെ കുളക്കോടിന് സമീപം കാട്ടുപന്നി ചത്തുകിടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവ കുഴിച്ചുമൂടുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. കാട്ടുപോത്തിനെ കണ്ടാൽ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും വിവരമുടൻ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കണമെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്.